വീടുകളിൽ പൊതുവെ കണ്ടുവരുന്ന എലിയുടെ ശല്യം അത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എത്ര വലിയ അടച്ചുറപ്പിൽ നമ്മളുടെ വീടുണ്ടെങ്കിലും അവിടെ എലി എങ്ങനെയെങ്കിലും കടന്നുകൂടും. ഒരു എലി കടന്നുകൂടിയാൽ അത് കോളനിയായി ഒന്നിൽ കൂടുതൽ എലികളായി അവിടെ വളരും. ഈ എലികളെ വീട്ടിൽ നിന്ന് പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് പറ്റിയ ഒരു മരുന്നാണ് റാറ്റോൾ കേക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഈ കേക്ക് വാങ്ങി ഉപയോഗിച്ച ആളുകൾ അവർ പറയുന്നത് അത് വേണ്ടത്ര ഫലപ്രദമല്ല എന്നുള്ളതാണ്. അതങ്ങനെ വരുന്നതിനുള്ളൊരു കാരണം ഈ കേക്കിൻ്റെ ഉപയോഗക്രമം കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കേക്ക് ഒരു പ്രാവശ്യം എലി കഴിച്ചതുകൊണ്ട് എലി ചത്തുപോകുന്നില്ല. സാധാരണ ഒരു 7 ദിവസം, ഒരു 5 ദിവസത്തിൽ മേലെ എലി കഴിച്ചാൽ മാത്രമേ എലിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ശരീരത്തിനുള്ളിൽ ഒരു രാസപ്രക്രിയ നടക്കുകയുള്ളൂ. ഈ രാസപ്രക്രിയ എന്ന് പറയുന്നത് അതിൻ്റെ രക്തം കട്ട പിടിക്കാതെ അതിരിക്കാനുള്ള അല്ലെങ്കിൽ കട്ടിയാകുന്ന ആ പ്രക്രിയ ഇല്ലാതാകുന്നു. നമുക്കറിയാം, നമുക്കൊരു ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് 1-2 മിനിറ്റിനകം അവിടെ രക്തം കട്ടിയായി ആ ബ്ലീഡിങ് നിൽക്കും. എന്നാൽ ഈ വിഷാംശം എലിയുടെ ശരീരത്തിലെത്തുന്നതോടുകൂടി ആ രക്തം കട്ടിയായി നിൽക്കാനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇപ്പോൾ ഒരു 5 ദിവസമെങ്കിലും ചുരുങ്ങിയത് എലിയുടെ ശരീരത്തിനുള്ളിൽ ഈ വിഷം എത്തിയാൽ മാത്രമേ ഈ പ്രക്രിയ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം എലിയെടുത്തു, പിറ്റേ ദിവസം എലി ചാകുന്നില്ല. അതുകൊണ്ടാണ് കർഷകർ പറയുന്നത് ഇത് ഫലപ്രദമല്ല എന്നുള്ളത്. ഇനി നാം ചെയ്യേണ്ട ഒരു കാര്യം, എലിയുടെ കേക്ക് വയ്ക്കുമ്പോൾ അത് വെച്ച സ്ഥലത്ത് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം എലി ആദ്യമേ പ്രാവശ്യം അല്ലെങ്കിൽ ആദ്യ ദിവസം ആ കേക്ക് കണ്ടു, ഒരുപക്ഷെ ആ ദിവസം ചിലപ്പോൾ എലി അത് കഴിക്കണമെന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസവും എലി അത് ശ്രദ്ധിക്കുന്നു, അതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, മറ്റ് കൃത്രിമങ്ങളൊന്നും ഇല്ല എന്നതിന് തോന്നിക്കഴിഞ്ഞാൽ അതൊന്ന് കഴിച്ചു നോക്കും. അതിന് ആ ദിവസം ആ കേക്ക് കഴിച്ചതുകൊണ്ട് വലിയ ശാരീരിക ബുദ്ധിമുട്ടില്ല എന്നത് മനസ്സിലായി കഴിഞ്ഞാൽ പിറ്റേ ദിവസവും വന്നത് കഴിക്കും. പിറ്റേ ദിവസം വന്ന് കഴിക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്തുള്ള മറ്റെലികളോടും ഈ വിവരം പറയും. ഇന്ന സ്ഥലത്തൊരു ഭക്ഷണ സാധനമുണ്ട്, രുചികരമാണ്, അത് കഴിക്കാം, യാതൊരുവിധ ബുദ്ധിമുട്ടും അതിനെക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള എലികൾ ഇത് വന്ന് കഴിക്കുന്നു. അങ്ങനെ തുടർച്ചയായി 2, 3, 4, 5, 6, 7 ദിവസങ്ങളിൽ എലികൾ ഒന്നൊന്നായി വന്ന് ഈ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ ദിവസം മുതൽ കഴിച്ച എലിക്ക് ഒരു 7 ദിവസം എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ശരീരത്തിന് എവിടെയെങ്കിലും ഒരു ചെറിയ മുറിപ്പാടുണ്ടാകുന്നു. ആ മുറിയിലൂടെ രക്തം വാർന്നൊഴുകാൻ തുടങ്ങുന്നു. പക്ഷേ അത് കട്ടിയായി നിൽക്കുന്നില്ല, അത് തുടർച്ചയായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈ റാറ്റോൾ എന്ന കേക്കിൽ വിഷാംശമുള്ളത് കൊണ്ട് തന്നെ അത് കട്ടിയാകുന്നില്ല. ഉടനെ എലി ഈ കാര്യം മറ്റുള്ള എലികളോട് പറയാതെ പുറത്തേക്ക് എവിടെയെങ്കിലും പോയി പറമ്പിൽ പോയി അത് ചാവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് 2-ാം ദിവസം മറ്റെലിക്ക് സംഭവിക്കുന്നത്. കാരണം അത് ആദ്യത്തെ എലി കഴിച്ച് അതിൻ്റെ പിറ്റേ ദിവസമാണ് തുടങ്ങിയത്. അതുകൊണ്ട് അതിനും ഏതാണ്ട് ഒരു 6-7 ദിവസം എത്തുമ്പോൾ ഇതേ ലക്ഷണം അതിന് കാണുന്നു. എന്നാൽ ഇത് മറ്റുള്ള എലികൾ ഇത് കഴിച്ചതുകൊണ്ട് ഇങ്ങനെയൊരു അപകടം സംഭവിച്ച വിവരം മറ്റുള്ള എലികളോട്ട് അറിയുന്നുമില്ല. അങ്ങനെ തുടർച്ചയായി ആ വീട്ടിലുള്ള മുഴുവൻ കോളനികളിലെ എലികളും പൂർണ്ണമായും ചത്തൊടുങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ആദ്യത്തെ ദിവസം കേക്ക് വെച്ചു, എലി ചാകുന്നില്ല, 2-ാം ദിവസം കേക്ക് വെച്ചു, എലി എടുത്തിട്ടില്ല, ഇത് അത്ര ഗുണകരമല്ല എന്ന് നാം ഒരു നിഗമനത്തിലെത്താതെ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേക്ക് വെച്ച സ്ഥലത്ത് തന്നെ വയ്ക്കുക. ആ കേക്ക് പൂർണ്ണമായും തിന്നോട്ടെ, അതൊന്നൊന്നായി തന്നെ അത് ചത്തു വീഴും. നമ്മൾ നോക്കും, പിന്നീട് അവിടെ എലി ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റാറ്റോൾ എന്ന് പറയുന്ന കേക്ക്. റാറ്റോൾ വാങ്ങി ഉപയോഗിക്കുക. നമ്മുടെ വീടിനകത്തത് ചത്തു വീഴില്ല, പുറത്ത് പോയാണ് ചാകുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് എലി ചത്തതിൻ്റെ രൂക്ഷഗന്ധമൊന്നും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് വീട്ടിലെ എലി കോളനികളെ മുഴുവൻ പേരെയും നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ് റാറ്റോൾ കേക്ക്. ഓക്കെ, ഗുഡ് ബൈ.